Alhamdulillah, Alhamdulillahi Rabbil Alameen, Alhamdulillah, alladhi hadana li hadha wa ma kunna linahtadiya lawla an hadana Allah. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى സദഖല്ലാഹുൽ അലിയുൽ അലീം. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെയൊക്കെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തി പടച്ച റബ്ബിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ ശ്രമം, അധ്വാന പരിശ്രമങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുന്ന
ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. വിശുദ്ധ റമദാനിന് ശേഷം നമ്മൾ ക്ലാസ് പുനരാരംഭിക്കുകയാണ്. സൂറത്ത് ത്വാഹ ആണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. തൊട്ടു മുന്നേയുള്ള സൂറത്ത് മറിയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം സൂറ അൽ ഫജ്ർ കൂടി 2 ആഴ്ചകളിലായി നമ്മൾ എടുത്തിരുന്നു. ഇനി സൂറത്ത് ത്വാഹയാണ് ഈ ഒരു പഠനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സൂറത്ത് ത്വാഹ എന്നുള്ളത് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ആയത്താണ്. ത്വാഹ 2 അക്ഷരങ്ങളാണത്. ത്വാ എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട്, ഹ എന്ന് പറയുന്ന മറ്റൊരു അക്ഷരമുണ്ട്. സമാനമായ മറ്റൊരു സൂറത്താണ് മുമ്പ് നമ്മൾ പഠിച്ച യാസീൻ. സീൻ, യാസീൻ 2 അക്ഷരങ്ങളാണ്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഹെറൂഫുൽ മുഖത്വ, ഖണ്ഡാക്ഷരങ്ങൾ, പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. അലിഫ് ലാം മീം എന്ന് പറയുന്ന പോലെ, ഖാഫ് നൂൻ എന്നൊക്കെ പറയും പോലെ. അപ്പോൾ ഒരക്ഷരം കൊണ്ടുള്ളതുണ്ട്, 2 അക്ഷരം കൊണ്ടുണ്ട്, 3 അക്ഷരം കൊണ്ടുണ്ട്, 4 അക്ഷരമുണ്ട്, 5 അക്ഷരമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കുറേ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രയോഗം ഖുർആനിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സൂറത്താണ് ത്വാഹ. എന്താണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നതാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയോ അല്ലെങ്കിൽ സഹാബിമാർ ഉദ്ധരിക്കുകയോ ചെയ്താൽ നമുക്ക് പിന്നെ വേറൊന്നുമില്ല സംശയം. പക്ഷെ അത് പറയാത്തതുകൊണ്ട് പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം, ത്വാഹ എന്ന് പറയുന്നത് പ്രവാചകനെ അഭിസംബോധന ചെയ്യുകയാണ്, പ്രവാചകൻ്റെ ഒരു നാമമാണ് എന്നൊക്കെ ആളുകൾ പറയും, വ്യാഖ്യാനം നൽകിയ മുഫസ്സിറുകൾ നൽകുന്ന വ്യാഖ്യാനമാണ്. അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മുടെ അടുത്ത് പ്രബലമായ തെളിവുകളില്ല. കാരണം ത്വാഹ ഇത് പ്രവാചകനെ സംബന്ധിച്ച് വിളിക്കുകയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്ത് വരുന്ന ആയത്തുകൾ റസൂലിനോടാണ് നേർക്കുനേരെ അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് പ്രവാചകൻ്റെ ഒരു പേരായിട്ട് ത്വാഹ, നേരത്തെ നമ്മൾ യാസീൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ത്വാഹ എന്ന് പ്രവാചകൻ്റെ പേരാണ് എന്ന് പറയുന്ന ധാരാളം മുഫസ്സിറുകളുണ്ട്. അല്ലാഹു ആലം. അപ്പോൾ ഈ സൂറത്ത് അവതരിച്ചത് ഏകദേശം സൂറത്ത് മറിയം, നേരത്തെ നമ്മൾ പഠിച്ച സൂറത്ത് മറിയം അവതരിച്ച അതേ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സൂറത്ത് അവതരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ്. അള്ളാഹു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട് തിരഞ്ഞെടുത്തു, നബിയായിട്ട് തിരഞ്ഞെടുത്ത് നുബുവത്ത് കിട്ടി. അദ്ദേഹം പ്രബോധനം ആരംഭിച്ചു. പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ അതിശക്തമായ എതിർപ്പുകളാണ് ഉണ്ടായിരുന്നത്. സ്വന്തം കുടുംബക്കാരിൽ നിന്ന് എതിർപ്പുണ്ട്, അതുപോലെ തന്നെ അന്യഗോത്രങ്ങളിൽ നിന്നുണ്ട്, എല്ലാവരുടെ അടുത്തും എതിർപ്പാണ്. ആ എതിർപ്പുകൾ വളരെ രൂക്ഷമായി വല്ലാതെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, സാന്ത്വനം നൽകിക്കൊണ്ട്, സമാധാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്തുകളിൽ ഒന്നാണ് ഇതും. എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിന് കുറച്ചുകൂടി ഒരു അവതരണ പശ്ചാത്തലം പറയാറുണ്ട്. നമുക്ക് പ്രസിദ്ധമായൊരു സംഭവം നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ്. ആ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു കഥ നമുക്ക് അറിയാം, പ്രസിദ്ധമാണത്. അദ്ദേഹം നേർക്കുനേരെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലിൻ്റെ അടുത്തേക്ക് നേരെ അങ്ങോട്ട് വന്നതൊന്നുമല്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് എത്തിയതിൻ്റെ ഒരു സാഹചര്യം പറയുന്നുണ്ട്. അദ്ദേഹം റസൂലിനെ കൊല്ലാൻ വേണ്ടി പോവുക. കാരണം ഇങ്ങനെ പുതിയൊരു മതം പ്രചരിപ്പിക്കുന്ന ഒരുത്തം വന്നിട്ട് ആകെ പ്രശ്നമാണ് ഇവിടെ, എന്തിനാ ഇയാൾ ഈ കാര്യങ്ങൾ മെനക്കെട, ഈ പുതിയ ആദർശത്തിനൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആദർശം പ്രചരിപ്പിക്കുന്നു എന്നറിഞ്ഞ മുഹമ്മദിനെ വധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉമർ. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്ത് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ സംഗതിയൊക്കെ ശരിയാ, പക്ഷേ ആദ്യം നിൻ്റെ കുടുംബത്തേക്ക് ഒന്ന് പോയി നേരാക്ക്, നിൻ്റെ കുടുംബത്തിൽ തന്നെ ഇത് ആളുകൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി ഫാത്തിമ, അവരുടെ ഭർത്താവ്, ഇവർ 2 പേരും ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ചെന്ന് നേരാക്കുന്നതോടൊപ്പം നേരെ അങ്ങോട്ടാണ് തിരിക്കുന്നത്. സഹോദരിയുടെ വീട്ടിലേക്ക് വളരെ ദേഷ്യത്തോടു കൂടെ കടന്നു ചെല്ലുന്ന ഉമർ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ കേൾക്കാൻ കഴിയുന്നത് മനോഹരമായ ഖുർആൻ പാരായണമാണ്. അകത്തു നിന്നിങ്ങനെ കേൾക്കുകയാണ്, വല്ലാത്ത വശ്യമായ ശൈലിയിൽ ഇങ്ങനെ പാരായണം കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സൂറത്ത് ത്വാഹ അത് അവിടെ പാരായണം ചെയ്യുകയാണ്.
ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഇവർക്കത് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. ആ സംഭവം നമുക്കറിയാം. അദ്ദേഹം അവിടെ വാതിൽ മുട്ടി അവിടെ കയറി ചെന്നു. അപ്പോഴേക്ക് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് മെല്ലെ ഒളിച്ചു. ഇത് എന്താ നിങ്ങൾ വായിക്കുന്നത് ചോദിച്ചപ്പോൾ ആദ്യം ഇവർ കൊടുക്കാൻ കൂട്ടാക്കിയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയെന്നു. വീണ്ടും മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയപ്പോൾ അത് കൊടുക്കാൻ സന്നദ്ധനായി. അങ്ങനെ ഉമർ കുളിച്ചു വന്നു, അത് ഏറ്റുവാങ്ങി എന്നൊക്കെ പറയും നമ്മൾ കേൾക്കാം. അത് അദ്ദേഹം കേൾപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച ഒരു സൂറത്ത്, ആ ആയത്തുകൾ സൂറത്ത് ത്വാഹയിലെ ആദ്യത്തെ ആയത്തുകളാണ്. ഏറെ ഹൃദ്യമായ ആയത്തുകൾ. അവിടെ വെച്ചാണ് അദ്ദേഹം മാനസാന്തരപ്പെടുന്നത്. പിന്നീട് അവിടെ നിന്ന് തന്നെ പറയുകയാണ്, എനിക്ക് മുഹമ്മദിൻ്റെ സന്നിധിയിലെത്തണം. അപ്പോഴാണ് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്, വെളിപ്പെടുത്തുന്നത്, അല്ലയോ ഉമർ, താങ്കളെ കൊണ്ട് ഈ ദീനിനെ സഹായിക്കുവാൻ വേണ്ടി ഇന്നലെ പോലും പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കളെ കൊണ്ട് അല്ലെങ്കിൽ അബൂജഹൽ അയാളെ കൊണ്ട് ഈ ദീനിനെ സഹായിക്കുവാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നതായിട്ട് ഇന്നലെ പോലും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നേരെ പ്രവാചകൻ്റെ സന്നിധിയിൽ വന്നിട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇത് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് വരാനിടയായ ഒരു സന്ദർഭം. ഈ ആയത്തുകൾ കേട്ടത് സൂറത്ത് ത്വാഹയിലെ ആയത്തുകളാണ്. അപ്പോൾ ഇത് ഏതാണ്, ഏത് സന്ദർഭത്തിലാണ്, എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ള ചോദ്യം വരാം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് പ്രവാചകത്വം ലഭിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി, മുഹമ്മദ് നബിയായി തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തിന് 5-ാമത്തെ വർഷമാണെന്ന് പറയുന്നു. 5 വർഷം. അപ്പോൾ ഏകദേശം ഈ ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ടാവും. അതിന് മുന്നേ ആയിരിക്കുമല്ലോ, കാരണം സൂറത്ത് കേട്ടിട്ടാണല്ലോ അദ്ദേഹം വരുന്നത്. അപ്പോൾ നുബൂവത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ 4-ാമത്തെ വർഷമോ 5-ാം വർഷത്തിൻ്റെ തുടക്കത്തിലോ ആയിരിക്കാം ഈ സൂറത്ത് അവതരിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് അതിൻ്റെ പേരാണ്, മറ്റ് അതിൻ്റെ അവതരണ കാലമാണ്. ഈ സൂറത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ഉള്ളടക്കം അത് തന്നെയാണ്. അതിലൊന്ന് തൗഹീദാണ്, അത് ഇതിൽ വരുന്നുണ്ട്. റിസാലത്തുണ്ട്, ആഖിറത്തുമുണ്ട്, പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട്. 135 ആയത്തുകളാണ് ഇതിലുള്ളത്. ഇതിലേറെ തവണ വളരെ കൂടുതലായിട്ട് പരാമർശിക്കുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഇവിടെ മാത്രമല്ലല്ലോ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഏറെ അധികം തവണ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്തായിരിക്കും അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അതിശക്തമായ എതിർപ്പുകൾ നേരിട്ട എതിർപ്പുകൾ 2 തരത്തിലാണ്. സ്വന്തം സമുദായത്തിൽ നിന്നുണ്ട്, പുറമേ നിന്നുണ്ട്. ബാഹ്യമായ എതിർപ്പുകളും ആന്തരികമായ എതിർപ്പുകളും ഒരുപോലെ നേരിട്ട, വലിയ അളവിൽ നേരിട്ട ഒരു പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സമാനമായ അനുഭവങ്ങളാണുള്ളത്. അതുകൊണ്ട് ഏറെ പാഠങ്ങൾ മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കുവാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തത്വം പറഞ്ഞ് പഠിപ്പിക്കുകയല്ല, മറിച്ച് പ്രയോഗം എങ്ങനെയാണ് പ്രാക്ടിക്കൽ സൈഡ് കാണിച്ചു കൊടുക്കുക, ഇദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് മൂസാ നബിയുടെ ജീവിതം ഇങ്ങനെയാണ്, ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് പെരുമാറിയെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അതേപോലെ ആവാൻ വേണ്ടി റസൂലിനോട്, എങ്ങനെ എല്ലാ കാലത്തുമുള്ള വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ മൂസാ നബിയെ സംബന്ധിച്ച് പരാമർശങ്ങൾ ധാരാളമായിട്ട് ഇതിൽ വരുന്നുണ്ട്. മൂസാ നബിയുടെ ചരിത്രം വളരെ സവിസ്തരം ഒരു സൂറത്തിലല്ല പറയുക, പല സ്ഥലങ്ങളിൽ പല രൂപത്തിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഈ സൂറത്തിൽ അത് തുടങ്ങുന്നത് തന്നെ മദിയൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്. അതിൻ്റെ ആ സന്ദർഭത്തിൽ നമ്മളിത് പറയും. അദ്ദേഹം തിരിച്ചു വരികയാണ് ഈജിപ്തിലേക്ക്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇദ്ദേഹത്തെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. മൂസാ നബി അതുപോലെ മൂസയാണ്. മൂസ നബി നുബൂവത്ത് ലഭിക്കുന്ന സന്ദർഭം മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. അതിനുശേഷം ഹാറൂനെ സഹപ്രവാചകനായിട്ട് അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പേരും ഫിർഔൻ്റെ അടുത്തേക്ക് പോവുകയും അവിടെ പ്രബോധനം നടത്തുകയും ചെയ്യുന്നുണ്ട്. മൂസാ നബിക്ക് നൽകിയ 2 ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഫിർഔൻ അവിടെ സാഹിറുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അത്ഭുത മായാജാലം കാണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സാഹിറുകളൊക്കെ അള്ളാഹുൽ വിശ്വസിച്ച കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല ഈ സമുദായത്തെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ട് സാമിരി ശ്രമിച്ചത് പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽപ്പെട്ട കാര്യങ്ങൾ മൂസാ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തിൽ പറയുന്നുണ്ട്. മനോഹരമായ
വളരെ ഹൃദ്യമായ ഒരു ശൈലിയാണ് സൂറത്തിലെ എല്ലാ വാക്കുകളും ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, ആ തഷ്ഖാ, അതുപോലെ അൽ ഉല, ഇസ്തവ, അസ്സറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവസാനിക്കുന്നത് കാണാം. ഈ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ, അത് ഉൾക്കൊള്ളുവാനും അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെ ഓരോരുത്തരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ, നേരത്തെ പറഞ്ഞു, എന്താണ് അർത്ഥം നമുക്ക് പറയാൻ കഴിയില്ല. രണ്ടക്ഷരങ്ങൾ ത്വാഹ. അത് റസൂലിനെ വിളിക്കുന്നതാവാം, റസൂലിൻ്റെ പേരായിട്ട് ത്വാഹ ആണ് ഉപയോഗിച്ചതെന്നൊക്കെ മുഫസ്സിറുകൾ പറയുകയാണ്. ഇന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമുക്കും ത്വാഹ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ പറയുന്നു നോക്ക്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. മാ അൻസൽന, അൻസല ഇറക്കുകയാണ്. മാ അൻസൽന, നാം ഇറക്കിയിട്ടില്ല. അലൈക, താങ്കളുടെ മേൽ. പ്രവാചകനോട് പറയാണ്, മാ അൻസൽന അലൈക, താങ്കളുടെ മേൽ നാം ഇറക്കിയിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല. അൽ ഖുർആന, ഈ ഖുർആനിനെ. ലിതഷ്ഖാ, എന്തിനു വേണ്ടിയിട്ട്? ലിതഷ്ഖാ, ഷഖിയ, യഷ്ഖ എന്നൊക്കെ പറഞ്ഞാൽ ദുഃഖിക്കുക, പ്രയാസപ്പെടുക, ക്ലേശിക്കുക. താങ്കൾക്ക് വളരെ ക്ലേശമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രയാസമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഖുർആൻ താങ്കൾക്ക് നാം അവതരിപ്പിച്ചത്. എന്താ പറഞ്ഞത്? തൊട്ടടുത്ത ആയത്ത് കൂടി നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഇല്ലാ തദ്കിറതൻ എന്ന് വെച്ചാൽ ഇത് അവതരിപ്പിച്ചത് ഇതല്ലാതെയല്ല. മാ അൻസൽന എന്ന് പറഞ്ഞു, അവതരിപ്പിച്ചിട്ടില്ല. ഇല്ല, അല്ലാതെ. എന്തായിട്ടല്ലാതെ? തദ്കിറതൻ, ഇത് ഒരു ഉത്ബോധനമാണ്, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. തദ്കിറ ലിമൻ യഖ്ശാ, ആർക്കാ? എല്ലാവർക്കും അല്ല. ലിമൻ യഖ്ശാ, ഖശിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക എന്നാണ്. ഭയപ്പെടുന്ന ആളുകൾക്ക്, ഭക്തിയോട് വെറും ഭയമല്ല, ഭയത്തിൻ്റെ കൂടെ ഭക്തിയും വിനയവും ഒക്കെ ഉൾപ്പെടുമ്പോഴാണ് ഖശിയത്ത് എന്ന് പറയുക. ലിമൻ യഖ്ശാ, ഭയഭക്തിയുള്ള ആളുകൾക്ക് ഉള്ള ഒരു ഉത്ബോധനമായിട്ടല്ലാതെ താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹു കൊടുക്കുന്ന വഹി, ഈ ഏൽപ്പിച്ചു കൊടുക്കുന്ന വഹി, ഈ ആയത്ത് ഏതാണോ ആളുകളുടെ മുമ്പാകെ റസൂൽ പറയുന്നത്, ആ പറയുന്ന സമയത്തൊക്കെ എതിർപ്പാ. എല്ലാവരെയും ആദ്യം വിളിച്ചു കൂട്ടിയില്ലേ? അബൂലഹബ് അന്നത്തെ ദിവസം പറഞ്ഞു തബ്ബല്ലക്. ആദ്യമായിട്ട് പരസ്യപ്രബോധനം നടത്തുക. വിശുദ്ധ ഖുർആൻ കിട്ടിയിട്ട് മുഴുവൻ ആളുകളെയും നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് റസൂൽ ഇത് പറയാണ്. അങ്ങനെ പറയുമ്പോൾ അന്നാമത്തെ ദിവസം തന്നെ എതിർപ്പ് ആദ്യം ഒരു തബ്ബല്ലക്, നശിച്ചു പോട്ടെ നീ. ഇതിനാണ് ഈ വിളിച്ചത്? എതിർപ്പാ, ഭയങ്കരമായ എതിർപ്പ്. സ്വന്തം കുടുംബക്കാരിൽ നിന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അബൂലഹബ് എന്നൊക്കെ അദ്ദേഹത്തിന് പിതൃവ്യനാണ്. തൊട്ടടുത്ത ആളുകളുടെ അടുത്ത് നിന്ന് എതിർപ്പ്. അതുപോലെ സകലമാന എതിർപ്പുകളും. അദ്ദേഹത്തെ വളരെ ശകാരിക്കുന്നു. വളരെ അതുവരെ അങ്ങനെയല്ല. ആ 40 വയസ്സ് വരെ ആ പ്രവാചകൻ അന്ന് നാട്ടുകാരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് എതിർപ്പുകൾ തുടങ്ങിയെന്ന് വെച്ചാൽ ഖുർആൻ ആളുകളോട് പറഞ്ഞുകൊണ്ടാ. സ്വാഭാവികമായിട്ടും ആളുകൾ വിചാരിക്കല്ലോ ഈ ഖുർആനുള്ളതുകൊണ്ടാണ് ആളുകൾ ആകെ ഇടങ്ങറായത്. പറയാണ് അല്ലാഹു, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. നിന്നെ പ്രയാസപ്പെടുത്തുവാൻ വേണ്ടിയല്ല നാം ഈ ഖുർആൻ ഇറക്കിയത്. എന്തിനാ ഇത്? പിന്നെ എന്താ ഈ പ്രയാസം ഉണ്ടാവും നോക്ക്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഈ ഖുർആൻ ഇത് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. ഇത് തദ്കിറ, ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തിയപ്പോഴാ? നേരത്തെ ഒരു കാര്യം മനസ്സിലുണ്ട്, ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ. റിമൈൻഡിങ്, ഓർമ്മപ്പെടുത്താൻ. നേരത്തെ ഉള്ള ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുക. പലതുകൊണ്ടും മറന്നുപോയിട്ടുണ്ടാവും. ആ മറന്നുപോയ അല്ലെങ്കിൽ മൂടിക്കിടക്കുന്ന ഒരു കാര്യത്തെ തട്ടി ഉണർത്തുക. തദ്കിറതൻ ലിമൻ യഖ്ശാ.
അതാർക്കാ? എല്ലാവർക്കും ഉപകാരപ്പെടില്ല. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ, അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ യഥാർത്ഥ തൗഹീദുണ്ട്. അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചത്. ഏകദൈവ വിശ്വാസമുണ്ട്. പക്ഷേ അത് പല കാര്യങ്ങൾ കൊണ്ട്, പലതരത്തിൽപ്പെട്ട ഈ ദുനിയാവുമായുള്ള ബന്ധത്തിൽ പല രൂപത്തിൽ അത് മറന്നു പോവുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലിമൻ യഖ്ഷ എന്ന് പറഞ്ഞാൽ ഭയഭക്തി ബഹുമാനമുള്ള ആളുകൾക്ക്, വിനയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും. അതാണല്ലോ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്, ഖുർആൻ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ്റെ പഠനമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വരില്ല. ആരാ വരിക? ലിമൻ യഖ്ഷ, ഖശിയത്തുള്ള, പടച്ചറബിനോട് ഭയമുള്ള, ഭക്തിയുള്ള ആളുകൾ വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കേൾപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഖുർആൻ തന്നത്. അത് വിശ്വസിക്കാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും, തെറി പറയുന്നവരുണ്ടാവും, കളിയാക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെ ചെന്നിട്ട് അവരുടെ മനസ്സിൽ ഇത് കുത്തിയിറക്കണം, അവരെ കൊണ്ട് ഇത് വിശ്വസിപ്പിക്കും. ഇങ്ങനൊന്നും ബുദ്ധിമുട്ടില്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ, താങ്കളെ ആകെ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ട് ഈ ഖുർആൻ തന്നിട്ടില്ല. ഇടങ്ങറ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാന്ന് വെച്ചാൽ, വിശ്വസിക്കാത്ത ആളുകൾ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കേണ്ട ഗതികേട് പ്രവാചകനില്ല. ഇത് പറഞ്ഞു കൊടുത്താൽ മതി. മാത്രമല്ല, ഇത് ആളുകളോട് പറയുമ്പോൾ എതിർപ്പുകളുണ്ടാവും. അതിൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. എതിർപ്പുകളുണ്ടാവും, സ്വാഭാവികമാണ്, പ്രയാസപ്പെടേണ്ട. ഖുർആൻ കൊണ്ട് അത് പഠിക്കുവാൻ, അത് ഹൃദയസ്ഥമാക്കുവാൻ, അത് ജീവിതത്തിൽ പകർത്തുവാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ലിതഷ്ഖ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ. അപ്പം ഇത് പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കാ. ഏത് സന്ദർഭത്തിലാണെന്ന് വെച്ചാൽ നിരന്തരമായ എതിർപ്പുകളും ഭയങ്കര പ്രശ്നങ്ങളുമാണ്. എന്നാ തുടങ്ങിയത്? ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയത്. അതുവരെ പ്രശ്നമില്ല. ഖുർആൻ അവതരിക്കുന്നവരെ 40 വയസ്സ് വരെ റസൂലിന് എല്ലാവർക്കും, മുഹമ്മദിന് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. മുഹമ്മദ് റസൂലുള്ള ആയ സമയത്തോടു കൂടിയാണ് പ്രശ്നമായത്. അപ്പോൾ ഖുർആൻ ആളുകൾ വിചാരിക്കും ഇതിറങ്ങിയോട് ഇയാളുടെ കാര്യം പോയില്ലേ. അല്ല, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ, താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചത്. ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ, ഇത് ഭയഭക്തി കാണിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഇത് എവിടുന്നാ വരുന്നത്? ശരിക്കും ശ്രദ്ധിക്കണം. എന്താ ഈ വാക്യം? ആളുകളിങ്ങനെ തെറി പറയുന്ന, വമ്പിച്ചളവിൽ പരിഹാസങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന, താങ്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഈ വാക്കുകൾ ആരുടേതാണ്? അതാണ് തൻസീലൻ. തൻസീൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് അല്പാൽപമായിട്ട് ഇറക്കി ഒന്നായിട്ട് ഒരുമിച്ച് എന്തോ കൊടുക്കുകയല്ല. തൻസീൽ, അവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ട അളവിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. തൻസീൽ. തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ഇത് ആരുടെ വാക്കുകളാ? തൻസീലൻ മിമ്മൻ ഖലഖൽ അർള, ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ പടച്ചവൻ. മാത്രമല്ല വസ്സമാവാതിൽ ഉലാ. അൽ ഉലാ എന്ന് പറഞ്ഞാൽ ഉന്നതമായ, ഉത്തുംഗമായ, ഉന്നതമായ ഉത്തുംഗമായ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനിൽ നിന്നുള്ള തൻസീൽ, അവതരണമാണ് ഈ ഖുർആൻ. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. വീണ്ടും ആരാണ് അല്ലാഹു? അർ റഹ്മാൻ. ആളുകൾ ഇടങ്ങറാക്കുന്നവനല്ല, എല്ലാവരോടും അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ് അല്ലാഹു. ആ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഈ ഖുർആൻ. അർ റഹ്മാനു അലൽ അർശിസ്തവാ. അർ റഹ്മാൻ എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല, അലൽ അർശിസ്തവാ. ആ കാരുണ്യവാൻ അലൽ അർഷ്, അർഷിൻ്റെ മേൽ, സിംഹാസനത്തിൽ നിന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അർഷ്, സിംഹാസനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന രാജാവിൻ്റെ സിംഹാസനം ഉണ്ടാവും. അത് നമുക്ക് അറിയുന്നൊരു സംഗതി. അള്ളാഹുവിൻ്റെ അർഷ് എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയാം. മിമ്മൻ അർ റഹ്മാനു അലൽ അർഷി ഇസ്തവ. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടനാവുക, സിംഹാസനത്തിൽ ഉപവിഷ്ടനായവൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് ഒരു രാജാവുമായിട്ടാണ് ഈ വാക്ക് വരുന്നതെങ്കിൽ ആ രാജാവ് രാജ്യത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ ആരാണ് ചെയറിലുള്ളത് എന്ന് വെച്ചാൽ അയാളാണ് അവിടെ നിയന്ത്രിക്കുന്നത്. ചെയറിൽ ആരാണ്? സിംഹാസനത്തിൽ ആരാണ്? ആ സിംഹാസനത്തിൽ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാളുടെ കീഴിലായിരിക്കും കാര്യങ്ങളെല്ലാം. എന്നാ പടച്ച റബ്ബ് ഹൽക്ക് നടത്തുക മാത്രമല്ല, ഭൂമിയും ആകാശവും സൃഷ്ടിക്കുക മാത്രമല്ല,
ഇവയെല്ലാം വളരെ കൃത്യമായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. മാത്രമല്ല ആദ്യം പറഞ്ഞത് അർ റഹ്മാൻ എന്നാണ്, കാരുണ്യവാനാണ്. ആ കാരുണ്യവാനായ റബ്ബ് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖുർആൻ നൽകിയത്, ആളുകളെ ബുദ്ധിമുട്ടാക്കാനല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, ഖുർആൻ്റെ മാർഗദർശനം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതങ്ങൾ? നമ്മുടെ കുടുംബജീവിതം എടുത്ത് നോക്കുക, എന്തൊക്കെയായിരിക്കും എൻ്റെ അവസ്ഥ? കുടുംബം തന്നെ ഉണ്ടാവുമോ? കുടുംബം എന്ന് പറയാൻ കഴിയുമോ? ഏതൊക്കെ രൂപത്തിലായിരിക്കും? നമ്മുടെ സാമ്പത്തിക രംഗത്ത് എടുത്ത് ആലോചിച്ച് നോക്കുക നിങ്ങൾ, എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പില്ലാതെ ജീവിക്കാൻ കഴിയും? അവിടെ ആകെ പ്രശ്നങ്ങളായിരിക്കൂലേ? ഏതിലാ ഒരു മാർഗദർശനം ഉണ്ടാവുക? പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആദ്യത്തെ മനുഷ്യൻ മുതൽ നിരന്തരമായ വഴികാട്ടിൽ ഏറ്റവും അവസാനമായിട്ട് അള്ളാഹു നൽകിയ ഹിദായത്താണ് ഈ ഖുർആൻ. ഇത് അള്ളാഹു കാരുണ്യവാനായതുകൊണ്ടാണ്. ഈ ലോകത്ത് മുഴുവൻ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനെയും, ജീവനില്ലാത്ത കാര്യങ്ങൾക്കും എങ്ങനെയാണ് ചലിക്കേണ്ടത് അള്ളാഹു നിശ്ചയിച്ച വഴിയിലൂടെ അത് പോവുക. എന്നിട്ട് മനുഷ്യനെ മാത്രം എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടുന്നില്ല, മറിച്ച് അവനും വിജയത്തിൻ്റെ വഴി, അവനും പുരോഗതിയുടെ വഴി, വിജയത്തിൻ്റെ ഈ ലോകത്തും പരലോകത്തും വിജയത്തിൻ്റെ വഴി അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ്. അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ. അവൻ പടച്ചു വിടുക മാത്രമല്ല, എല്ലാത്തിനെയും നോക്കി നിയന്ത്രിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ. അവൻ്റെ ആധിപത്യം എന്താ? ലഹു എന്ന് പറഞ്ഞാൽ അവൻ്റേതാണ് ഓണർഷിപ്പ്, അവനുള്ളതാണ്, അവനാണ് ഉടമസ്ഥത. എന്തിൻ്റെ? മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളത്. ആകാശങ്ങളിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ വിചാരിച്ചു? നമുക്കറിയാം എന്താ ആകാശങ്ങൾ, നമ്മൾ കാണുന്ന കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് അല്ലേ? നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ കുറച്ചൊക്കെ ഉണ്ട്, വളരെ കുറച്ചേ നമ്മൾ കാണുന്നുള്ളൂ, വളരെ കുറച്ച്. മാഫി സമാവാത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയില്ല. ഇന്ന് വരെ ലോകത്ത് സകലമാന ശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് ചേർന്നിട്ട് അവർക്ക് ലഭ്യമാവുന്ന എല്ലാ തരത്തിൽപ്പെട്ട ദൂരദർശനികളും സൂക്ഷ്മദർശികളും ഒക്കെ വെച്ച് നോക്കിയിട്ടും കാണാൻ കഴിഞ്ഞു, എല്ലാം തീർന്നിട്ടെന്ന് പറഞ്ഞിട്ടില്ല. നക്ഷത്രങ്ങളുടെ പോലും എണ്ണിക്കണക്കാക്കാൻ പറ്റിയിട്ടില്ല. മാഫി സമാവാത്ത്, ആകാശ ലോകത്തുള്ളതെല്ലാം എല്ലാം അള്ളാഹുവിൻ്റെതാണ്. മാഫി സമാവാത്തി വമാഫിൽ അർൾ, ഭൂമിയിലുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞോ? ഭൂമിയിലുള്ള ഇല്ല. പലതരത്തിൽപ്പെട്ട നമ്മൾ കാണാത്ത എത്ര ജീവജാലങ്ങളുണ്ട്. ലഹു മാഫി സമാവാത്തി വമാഫിൽ അർൾ വമാ ബൈനഹുമാ, അവക്കിടയിൽ, ഭൂമിയിലുമല്ല ആകാശത്തുമല്ല, അവക്കിടയിലുള്ളത്. വമാ തഹ്തസ് സറാ, തഹ്ത എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്നാണ്. തഹ്തസ് സറാ, സറ എന്ന് പറഞ്ഞാൽ മണ്ണാണ്. മണ്ണിൻ അടിയിലുള്ളതും, ഭൂമിക്ക് മുകളിലുള്ളത് മാത്രമല്ല ഭൂമിക്കടിയിലുള്ളതും അവൻ്റേതാണ്. നോക്ക് എന്തൊക്കെ പറഞ്ഞത്? ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ. ആകാശങ്ങളിലുള്ളത്, ഭൂമിയുടെ മുകളിലുള്ളത്, അവക്കിടയിലുള്ളത്, ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളതും, വമാ തഹ്തസ് സറാ, മണ്ണിനടിയിലുള്ളതുമെല്ലാം അവൻ്റേതാണ്. അള്ളാഹുവിനാണ് ഓണർഷിപ്പ്. ആരാധ്യൻ ആവുക എന്ന് പറഞ്ഞാൽ വെറുതെ ആവൂല, എന്തെങ്കിലും അയാളുടേത് വേണം. ഇത് സകലതും അള്ളാഹുവിൻ്റെതാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവാണ് ഈ ഖുർആൻ നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവാണ് നമുക്ക് ഗൈഡൻസ് നൽകുന്നത്. നമുക്ക് പലരും ഗൈഡൻസ് നൽകാറുണ്ടല്ലോ അല്ലേ? പല രൂപത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. പല ഗൈഡൻസ് മനുഷ്യർക്ക് സാമ്പത്തിക രംഗത്ത് ഗൈഡൻസ് നൽകുന്ന എന്തൊക്കെ ഉണ്ട് ഞങ്ങൾ വിചാരിച്ച ഇസങ്ങൾ. മനുഷ്യർക്ക് ഈ പറഞ്ഞ അവൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പലരും പലജാതി സിദ്ധാന്തങ്ങൾ ഇറക്കുന്നില്ലേ? പലജാതി അക്ഷരങ്ങൾ നിങ്ങൾ കേൾക്കാറില്ലേ? പക്ഷെ ഇവിടെ അവർക്കൊക്കെ എന്താ ഉള്ളത്? അങ്ങനെ ഗൈഡൻസ് നൽകുന്ന, അങ്ങനെ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ പടച്ചുവിടുന്ന ആളുകൾക്ക് ഇത് പറയാൻ എന്താ അധികാരമുള്ളത്? പക്ഷേ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അവതരിപ്പിച്ചത് ആരാ? അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ.
പരമകാരുണ്യവാനാണ്, മുഴുവൻ ആളുകളോടും കരുണയോടുകൂടെ വർത്തിക്കുന്നവനാണ്. ആകാശത്തെയും ഭൂമിയെയും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതും എല്ലാം അവൻ്റേതാണ്. അവൻ്റെ മാർഗദർശന ഖുർആൻ. അങ്ങനെ ഒന്നും പറയാൻ കഴിയും നമുക്ക്. വേറെ ഓരോരുത്തർ ഏതോ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളായിരിക്കും, വലിയ ബുദ്ധിജീവികളൊക്കെ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവരുടെ വീക്ഷണമനുസരിച്ച് പറയും, അവർക്കൊന്നും ഒരു അധികാരവുമില്ല. ഇത് ഖുർആൻ നൽകിയിരിക്കുന്നത് ഇതാണ്. തൻസീൽ എന്നുകൊണ്ട് തുടങ്ങണം. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമുസ് സിർറ വഅഖ്ഫാ. ഒരു കാര്യം കൂടി പറയാണ്. വഇൻ തജ്ഹർ ബിൽ ഖൗൽ. ജഹറ നമുക്കറിയാം, ജഹിറാക്കുക, ഉറക്കെ പറയുന്നതിനെ പറയാം, ഉച്ചത്തിൽ പറയുക. വഇൻ തജ്ഹർ ബിൽ ഖൗൽ, നീ വാക്ക് ഉച്ചത്തിലാക്കിയാലും. വാക്ക് തന്നെ നിൻ്റെ പിന്നെ പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മുഫസ്സിറുകൾ പറയുന്നത്. നീ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഫഇന്നഹു, നിശ്ചയമായും അവൻ അല്ലാഹു, യഅലമു അസ്സിർറ വഅഖ്ഫ. യഅലമു, അവൻ അറിയുന്നു, അസ്സിർറ രഹസ്യമായത്, വഅഖ്ഫ, ഖഫീ എന്ന് പറഞ്ഞത് രഹസ്യമാണ്, അഖ്ഫ ഏറ്റവും നിഗൂഢമായത്. രഹസ്യം അറിയുന്നു എന്ന് പറഞ്ഞാൽ ആരോടും പറയതിട്ടോ എന്ന് പറയുമ്പോൾ ചില രഹസ്യമൊക്കെ പറയുമല്ലോ ഒരാളോട്. അഖ്ഫ എന്ന ഒരാളോട് പറഞ്ഞാത്ത രഹസ്യം. അതോ രഹസ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് രഹസ്യ സംഗതിയാണ്, സീക്രട്ടാണ്, മറ്റൊരാളവരോട് പറയരുതെന്ന് പറയുന്നൊരു രഹസ്യം ഉണ്ടല്ലോ, അത് സിർ എന്ന് പറയാം. ഒരാളോടും പറയാതെ സ്വന്തം മനസ്സുകൊണ്ട് വെക്കുന്ന ചില സംഗതി ഉണ്ടോ, ആരോടും പറയണ്ട, ഞാൻ മാത്രം, അതും അറിയുന്നു അല്ലാഹു. യഅലമു സിർറ വഅഖ്ഫ വഇൻ തജ്ഹർ ബിൽ ഖൗൽ, നീ നിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നിൻ്റെ വാക്കുകൾ ഉച്ചത്തിലാക്കിയാലും എന്നേ പറയുന്നു. ഉച്ചത്തിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹുവിന് ഉറക്കെ പറഞ്ഞാലേ കേൾക്കുന്നില്ല. ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ, വളരെ രഹസ്യമായിട്ട് പറയുന്നതും ഏറ്റവും ഗോപ്യമാക്കിയിട്ട് ഏറ്റവും നിഗൂഢമായ കാര്യങ്ങളും അവൻ അറിയുന്നു. തൊട്ട് മുന്നത്തെ ആയത്തിൽ പറഞ്ഞത് പിന്നെ അള്ളാഹുവിനുള്ളതാണ്. ലഹു മാഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുള്ള ഒക്കെ അവൻ്റേതാണ്. വമാ തഹ്തസ്സറ എന്ന് പറഞ്ഞു, വമാ ബൈനഹുമാ വമാ തഹ്തസ്സറ, മണ്ണിനടിയിലുള്ളത്. അതുപോലെ മനുഷ്യൻ്റെ നെഞ്ചകത്തുള്ളതുണ്ടല്ലോ, പുറത്തേക്ക് വന്നിട്ടില്ല, ഉള്ളിൽ എന്താ ഉള്ളത് അള്ളാഹുവിനറിയാം. പുറത്ത് പറയുന്നത് മാത്രമല്ല, അകത്തുള്ളതും അള്ളാഹുവിനറിയാം. നോക്ക് എങ്ങനെ മാറിക്കളയാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മനോഹരമായ വാക്യങ്ങൾ, സൂക്തങ്ങൾ, ഇത് കേട്ടിട്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരും. എത്ര വശ്യമായ വാക്യങ്ങളാണിത്. ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് ദൈവികമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വരികയാണ്. വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹുവിനെ സംബന്ധിച്ച് കുറേ ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാണ്, അവൻ ഏകനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനാണ് അൽ ഹുസ്ന, ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളെല്ലാം അവൻ്റേതാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്താണ്? ആദ്യം അവൻ്റെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു വരുന്നത്, ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ. ത്വാഹ, നിനക്ക് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് നിന്നെ പ്രയാസപ്പെടുത്താനല്ല. ഇത് ഒരു തദ്കിറത്താണ്, ജസ്റ്റ് ഒരു റിമൈൻഡിങ്, ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. ലിമൻ യഖ്ഷ, ഇത് വിശ്വാസം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഭയഭക്തിയുള്ള ആളുകൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്നിട്ട് പറഞ്ഞു ഏതാണ് ഈ ഓർമ്മപ്പെടുത്തൽ, ആരവതരിപ്പിച്ചതാണ്, ഇത് അവതരിപ്പിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ വളരെ കൃത്യമാണ്. എല്ലാത്തിനെയും വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു മനുഷ്യരുടെ ജീവിതവും വ്യവസ്ഥാപിതമാക്കാൻ വേണ്ടി തന്നതാണിത്. അത് പറഞ്ഞു. ആരാണ് അല്ലാഹു, അവൻ്റെ കഴിവുകൾ എന്താണെന്ന് സൂചിപ്പിച്ചു. അവൻ കാരുണ്യവാനാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും നോക്കി നടത്തുന്നു. ആകാശലോകത്ത് പ്രത്യക്ഷമായതും പരോക്ഷമായതും അവൻ അറിയുന്നു. ഏതുപോലെ? നീ പുറത്ത് പറയുന്നതും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുക, അവൻ അങ്ങനെയുള്ള ഒന്നേയുള്ളൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറൊരു ഇലാഹുമില്ല.
ലഹുൽ അസ്മാഉൽ ഹുസ്ന, എല്ലാ വിശിഷ്ട നാമങ്ങളും അവൻ്റേതാണ്. നാമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ പേരിടലല്ല, നമുക്ക് പേരിടും പോലല്ല അള്ളാഹുവിൻ്റെ പേര്. അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, പടച്ചറബിൻ്റെ ഗുണങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അള്ളാഹു ഖാലിഖാണ്, അസ്സമീ ആണ്, അൽ അലീമാണ്. എല്ലാം വിശിഷ്ടമായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. നമ്മളും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അള്ളാഹുവും കേൾക്കുകയും കാണും. പിന്നെന്താ വ്യത്യാസം ചോദിച്ചാൽ, നമ്മുടെ കേൾപ്പിക്കും നമ്മുടെ കാഴ്ചയൊക്കെ ഭയങ്കര പരിമിതിയുണ്ട്, വല്ലാത്ത പരിമിതി. ഉറങ്ങിയാൽ നമ്മളെന്തോ കാണുമോ? ഉറങ്ങും കാണില്ലല്ലോ. പക്ഷേ അള്ളാഹു ഉറക്കം ബാധിക്കുന്നില്ല അവനെ. അവൻ്റെ കാഴ്ചകൾക്ക് എന്തെങ്കിലും അതിർവരമ്പുകളില്ല. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്, താഴെ എന്ത് നടക്കുന്നു ഒന്നും അറിയാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒരേപോലെ ഒരേ സമയത്ത് ഒരുപോലെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരൊറ്റ ശക്തി, അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഒരേപോലെ കേൾക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ വേറെ ആൾ അവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ഒരാൾ നിർത്തുമെന്ന് പറയും. ലോകത്തുള്ള സകല മനുഷ്യരും ഒരുപോലെ ചോദിച്ചാൽ അതെല്ലാം ഓരോരുത്തരുടെയും ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 10 ആൾ എണീച്ചെന്ന് ചോദിക്കുക, ഒരാൾ ചോദിക്കുക, എന്നിട്ട് മറ്റേ ആൾ ചോദിക്കുന്നവരില്ല. എനിക്ക് അത്രേ കഴിയൂ, മനുഷ്യർക്ക് അത്രേ കഴിയൂ. പക്ഷേ എത്ര ആൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ പടച്ചറബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. ഓരോരുത്തരും എന്താ ചോദിക്കുന്നത് അള്ളാഹു അറിയുന്നു. യഅലമു സിർറ വ അഖ്ഫ, ചോദിക്കാതെ മനസ്സിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ പോലും അവൻ അറിയൂ. യഅലമു സിർറ വ അഖ്ഫ. ഇനി ഇതാ പ്രവാചകന് നല്ലൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുക. പ്രയാസപ്പെടേണ്ടതില്ല, താങ്കൾ ബുദ്ധിമുട്ടാവേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു അവസ്ഥ എടുത്ത് ആലോചിച്ച് നോക്കൂ. നമ്മൾ നല്ലൊരാളെ നാട്ടിൽ എല്ലാവർക്കും വലിയ കാര്യമായി, നല്ല കാര്യമുള്ള സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ വേണ്ടിയിരുന്നു, എല്ലാ കാര്യത്തും നമ്മൾ വിളിച്ചു. പക്ഷേ നമ്മൾ സത്യം അങ്ങോട്ട് തുറന്നു പറയാൻ തുടങ്ങി. വളരെ വൃത്തിയിൽ ദൈവികമായ വചനങ്ങൾ ആളുകളെ കേൾപ്പിക്കാൻ തുടങ്ങി. അന്ന് എല്ലാവർക്കും നമ്മളോട് വെറുപ്പായി എന്ന് മാത്രമല്ല, നമ്മളെ ബഹിഷ്കരിക്കാൻ തുടങ്ങുക. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ പോലും ശത്രുക്കളായിട്ട് മാറുന്നു. ആ സമയത്തുണ്ടാകുന്ന ഇത് അവസാനിപ്പിക്കാനും പറ്റൂല. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണല്ലോ, ഇത് വിട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം. അതുകൊണ്ട് ഇതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രവാചകനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ആദ്യം കുറച്ച് കരുത്ത് പകരുന്ന വാക്കുകൾ കൊടുത്തിട്ട് പറയുകയാണ്, നീ പ്രയാസപ്പെട്ട ഇത് ആദ്യമായിട്ട് നീയൊന്നും അല്ല, ഇങ്ങനെ നേരത്തെയുള്ള പ്രവാചകന്മാരുണ്ട്. അതിലൊരു പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബി താങ്കളിപ്പോൾ അനുഭവിച്ചതുപോലെ അല്ല, അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ, വളരെ കടുത്ത രൂപത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം നേരിട്ട പ്രയാസങ്ങൾ, ആ ചരിത്രത്തിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വഹൽ അതാക ഹദീസു മൂസ. ഹൽ അതാക ഹദീസു എന്നുള്ളത് പലപ്പോഴും ഖുർആൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഹൽ അതാക ഹദീസുൽ ഗാഷിയ, അവിടെ ചോദ്യമുണ്ട്. ഹൽ അതാക എന്ന് പറഞ്ഞാൽ നിനക്ക് വന്നെത്തിയോ. ഹൽ ചോദ്യ, അതാക താങ്കൾക്ക് വന്നോ. ഹൽ അതാക ഹദീസു, ഹദീസ് പറഞ്ഞ വർത്തമാനം, വൃത്താന്തം. ഇത് ആരുടെ വൃത്താന്തം? അവിടെ അൽ ഗാഷിയ എന്ന് അവിടെ പറഞ്ഞത് അത് പരലോകവുമായി അന്ത്യനാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ഹദീസു മൂസായുടെ വർത്തമാനം താങ്കൾക്ക് എത്തിയില്ലേ, ഇതാ ചോദ്യം. മൂസാ നബിയെ സംബന്ധിച്ച് ഇവിടെ മാത്രമൊന്നുമല്ല, പല സ്ഥലങ്ങൾ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വേറെ വന്നിട്ടുണ്ട്. സൂറത്ത് മറിയമിൽ ചെറിയ പരാമർശമുണ്ട്. സൂറ അൽ ഖസസിൽ ദീർഘമായി മൂസാ നബിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അൽ അറാഫിൽ വന്നിട്ടുണ്ട്, അൽ ബഖറയിൽ വന്നിട്ടുണ്ട്, അൽ മാഇദയിൽ വന്നിട്ട് പല സ്ഥലങ്ങളും പല രൂപത്തിലാണ് പറയുക. ആ സന്ദർഭത്തിലേക്ക് വേണ്ട കാര്യം അവിടെ പറയാം. ഇവിടെ നോക്കുന്ന എവിടെന്നാ തുടങ്ങി നോക്ക്. വഹൽ അതാക ഹദീസു മൂസ, മൂസായുടെ വർത്തമാനം താങ്കൾക്ക് എത്തിയോ. എവിടെന്നാ തുടങ്ങുന്നത്? ഇദ് റഅ നാറൻ ഫഖാല ലി അഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ. എന്താ പറയുന്നു നോക്ക് ഇവിടെ. മൂസാ നബിയെ കാര്യം നിനക്കറിയോ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് ഇത് റഅ നാറൻ. ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭമാണ്. റഅ അദ്ദേഹം കണ്ട സന്ദർഭം. അള്ളാഹു പറയണം നാറൻ അഗ്നി കണ്ട സന്ദർഭം, തീ കണ്ട സന്ദർഭം. ഫഖാല അപ്പോൾ ആ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ലി അഹ്ലിഹി തൻ്റെ കുടുംബത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉംകുസു ഇന്നി ആനസ്തു നാറ,
ഉംകുസു എന്ന് പറഞ്ഞാൽ മക്കസ എന്നുള്ള വാക്കുന്നുണ്ട്. മക്കസ താമസിക്കുക, വെയിറ്റ് ചെയ്യുക. ഉംകുസു നിങ്ങൾ ഇവിടെ കുറച്ച് ഇരിക്കുക, ലേശം വെയിറ്റ് ചെയ്യുക. ഉംകുസു കാത്തിരിക്കുക. ഇന്നി ആനസ്തു നാറ, നിശ്ചയമായും ഇന്നി ഞാൻ ആനസ്തു, ആനസ എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് ഇവിടെ അർത്ഥം നമുക്ക് പറയാം, ശരിക്ക് അനുഭവിക്കുക, ഫീൽ ചെയ്യുക, തോന്നുക എന്നും അർത്ഥമുണ്ട്. ആനസ്തു നാറ, ഞാൻ ഒരു തീ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു തീയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. ലഅല്ലി ആത്തീക്കും, ലഅല്ലി ഞാൻ ആയേക്കാം, ആത്തീക്കും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കാം, മിൻഹ അവിടെ ചെന്നിട്ട്, ആ മിൻഹ എന്ന് പറഞ്ഞാൽ മിനന്നാർ, ആ തീയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നേക്കാം, ബിഖബസ് ഒരു തീപ്പൊരി അല്ലെങ്കിൽ തീക്കൊള്ളി അല്ലെങ്കിൽ ഒരു ജ്വാല, ഒരു ശിഖ എന്നൊക്കെ പറയാം. ബിഖബസ് ഒരു കൊള്ളി, ഒരു കനൽ ഞാൻ കൊണ്ടുവരാം, വന്നേക്കാം. ഔ അതല്ലെങ്കിൽ അജിദു ഞാൻ കണ്ടെത്തിയേക്കാം, അലന്നാർ ആ തീയുടെ അടുത്ത്, ഹുദ വഴി കാണിക്കുന്ന ഒരാളെ, ഒരു മാർഗം എനിക്ക് അവിടുന്ന് കിട്ടും. എന്താ ഇത് സംഭവം? ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത് അദ്ദേഹം ഒരു അഗ്നി കാണുന്ന സമയത്ത് കുടുംബത്തോട് പറയാണ്, നിങ്ങൾ ഇവിടെ കേട്ടോ, ഞാൻ അവിടെ ചെന്നിട്ട് ഒരു തീക്കട്ട എടുത്തു വരാം, അതല്ലെങ്കിൽ അവിടുന്ന് ഒരു വിവരം എനിക്ക് കിട്ടുമല്ലോ. എന്താ അത്രേ പറയുന്നുള്ളൂ, ബാക്കി എന്തെന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് മൂസാ നബിയെ സംബന്ധിച്ചാണ് പറയുന്നത്. മൂസാ നബി മദിയൻ എന്ന് പറയുന്ന പ്രദേശത്ത് തിരിച്ചു വരികയാണ് ഈജിപ്തിലേക്ക്. നമുക്കറിയാം ഈജിപ്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഈജിപ്തിൽ ഫറോവമാരുടെ ഒരു കാലമുണ്ട്, ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന ആളാണ് മൂസാ നബി. ജനിച്ച സന്ദർഭത്തിലെ കഥ നമുക്കറിയാം. ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന സന്ദർഭത്തിൽ മൂസാ നബി എങ്ങനെ വളർന്ന് വലുതായത് എന്നൊക്കെ ചോദിച്ചാൽ ഈ കൊല്ലുന്ന കൊലയാളിയുടെ കൊട്ടാരത്തിലാണ് ഇദ്ദേഹം വളരുന്നത്. അദ്ദേഹം ജനിച്ച സമയത്ത് തന്നെ അള്ളാഹു മാതാവിനോട് പറയാണ് പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കാൻ. ഒക്കെ നമ്മൾ വേറെ സ്ഥലത്ത് വരുന്നുണ്ട്, ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. അങ്ങനെ അവിടെ ആ ഈജിപ്തിൽ അവിടുന്ന് ഫിറൗവിൻ്റെ ഭാര്യ എടുത്ത് വളർത്തുകയാണ്, വരെ കൊട്ടാരത്തിൽ വളരുകയാണ്. വധിക്കപ്പെടേണ്ട ഒരാൾ വളർന്ന് നല്ല യുവാവായി മാറിയ സമയത്താണ് അദ്ദേഹം ഉഷാറായി കൊട്ടാരത്തിലെ വസിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി രാജകീയമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. അങ്ങനെ വളർന്നു വലുതായി അദ്ദേഹം യുവാവായി മാറിയപ്പോൾ അവിടുന്ന് ഒരു കൊലപാതകത്തിൽ ഇടപെടുന്നുണ്ട്. ആളുകൾ തമ്മിലൊരു ശണ്ടയാണ്. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളും കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ഒരാളും അടിപിടി കൂടുന്നു. അങ്ങനെ അടിപിടി കൂടിയ സമയത്ത് അതിൽ അവിചാരിതമായിട്ട് ഈ അദ്ദേഹം അവിടെ പിടിച്ചു മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൊരു മധ്യസ്ഥത്തിന് വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ മറ്റേയാൾ കൊല്ലപ്പെടുക. കിപ്തി കോപ്റ്റിക് വംശജൻ കൊല്ലപ്പെട്ടപ്പോൾ അത് ഫിറോവിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ്. ഇസ്രായേലിനെ കൊന്നാൽ അത്ര വലിയ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആൾക്കാർ, ചില രാജ്യത്തിൽപ്പെട്ടാണെങ്കിൽ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ജാതിയിൽപ്പെട്ട ഒരാളെ കൊന്നെങ്കിൽ ബുദ്ധിമുട്ടാണ്. കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ഒരുത്തനാണ് വധിക്കപ്പെട്ടത്. ഉടനെ അവിടുന്ന് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് നാട് കിടക്കുന്നുണ്ട് മൂസാ നബി. അന്ന് നബിയല്ല, മൂസപൂര്യ. അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം അങ്ങനെ ഒളിച്ച് ചെന്നെത്തുന്നത് മദിയൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. കിഴക്കോട്ട് പോവുക മദിയനിലെത്തിയിട്ട് അദ്ദേഹം അവിടെ, അതും സൂറത്തുൽ ഖസസിൽ കുറച്ച് കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതെ നിൽക്കുന്ന സമയത്താണ് അവിടെ വെള്ളം കോരാൻ വേണ്ടി വന്ന ആ സ്ത്രീകൾ അവിടെ മാറി നിൽക്കുന്നതൊക്കെ കണ്ടു. അവർക്ക് വേണ്ടി വെള്ളം കോരി കൊടുത്തപ്പോൾ അവർ വീട്ടിൽ ചെന്ന് പറയുകയും, അങ്ങനെ ആ പിതാവ് അതാരാ എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയാണെന്ന്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തെ താമസിപ്പിക്കുകയാണ്. മാത്രമല്ല തൻ്റെ മകളെ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഒരു ചെറിയ കണ്ടീഷൻ, ഒരു അഗ്രിമെൻ്റ് അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 8 വർഷം വേണമെങ്കിൽ അത് 10 വർഷം വരെ ആകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറുണ്ടാക്കുന്നുണ്ട്. അവിടെ ജോലി ചെയ്യണം അദ്ദേഹത്തിന് മകളെ വിവാഹം ചെയ്തു കൊടുത്തു. അതിനുശേഷം തിരിച്ചു വരിക അദ്ദേഹം. ഇവിടെ നിന്നാണ് ഖുർആൻ തുടങ്ങുന്നത്. നേരത്തെയുള്ള കാര്യമൊക്കെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ പറയില്ല, ആദ്യം മുതൽ പറയില്ല. ഇവിടെ പറയുന്നത് ഇതാണ്, ഇദ്ദേഹം ആ സന്ദർഭത്തിൽ, ഏത് സന്ദർഭത്തിൽ? മദിയനിൽ നിന്ന് അവിടുത്തെ ആ പ്രവാസ ഏകദേശം 10 വർഷം 11 വർഷം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. 10 വർഷത്തെ ആ ജീവിതത്തിന് ശേഷം തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിക്കുകയാണ്, ഈജിപ്തിലേക്ക്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട്, ഒരുപക്ഷെ ഭൃത്യനുണ്ടാവാം. ഏതായാലും വരികയാണ്. വരുന്ന സന്ദർഭത്തിൽ മരുഭൂമിയിലൂടെ യാത്രയുണ്ട്. രാത്രിയിലാണ് യാത്ര എന്നിവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വഴി കാണിക്കുക, രാത്രിയിൽ വഴി കാണിക്കൽ, വെളിച്ചമുണ്ടാവണം. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തീ കെട്ടുപോവുകയോ കത്താതിരിക്കുകയോ എന്തോ ചെയ്തതാണ്. തീയില്ല, കൂരിരുട്ടാണ്. മാത്രമല്ല ശക്തമായ തണുപ്പുമുള്ള രാത്രിയാണ് എന്നാണ് ഖുർആൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് ആ കൂരിരുട്ടുള്ള തണുപ്പുള്ള ആ രാത്രിയിൽ എന്തെങ്കിലും ഒരു തീ കണ്ടേ പറ്റൂ. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു മലമുകളിൽ
അദ്ദേഹം അഗ്നി കാണുന്നത്. തീയാണെന്ന് തോന്നുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരിക്കും ആളിക്കത്തുന്ന തീയാണ്, എല്ലാവർക്കും കാണാം, അവർക്കൊക്കെ പറയാം ആ തീ അതാന്ന് എല്ലാവരും പറയും. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ആനസ്തുനാറ, അള്ളാഹു പറഞ്ഞു ഇത് നാറൻ, അദ്ദേഹം തീ കണ്ടപ്പോൾ. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തോട് പറയും ഇന്നി ആനസ്തുനാറ, ഞാൻ ഇതാ തീയാണെന്ന് തോന്നുന്നുണ്ട്, അവിടെ ഒരു തിളക്കം കാണുന്നുണ്ട്, ഞാൻ ഒന്ന് പോയി വരാം. ലഅല്ലി ആതീകും മിൻഹാ ബിഖബസ്, അവിടെ ചെന്നിട്ട് എനിക്കൊരു പക്ഷേ അവിടെ നിന്ന് ഒരു തീക്കനൽ ഇങ്ങനെ കൊണ്ടുവന്നേക്കാം, തീപ്പൊരി അല്ലെങ്കിൽ ഒരു അവിടുന്ന് ഒരു തീക്കൊള്ളി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഔ അജിദു അലന്നാരി ഹുദ, അതല്ലെങ്കിൽ അവിടെ ആരോന്നും ഉണ്ടാവുമല്ലോ, സാധാരണ തീ കാണണമെങ്കിൽ എന്തെങ്കിലും ആളുകളായിരിക്കും അത് ഇട്ടിട്ടുണ്ടാവുക. അവിടെ നിന്ന് ചോദിച്ചറിയാം എങ്ങനെയാണ് പോവേണ്ടത്, നമ്മൾ റൂട്ട് തെറ്റിയിട്ടുണ്ട് സംശയമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൾ, വിജനമായൊരു സ്ഥലത്ത് നല്ല ഇരുട്ടുള്ള രാത്രിയിൽ, തണുപ്പുള്ള രാത്രിയിൽ ഒറ്റപ്പെടുക ഒരു മനുഷ്യൻ. ആ സന്ദർഭത്തിൽ എവിടേക്കാണ് പോവേണ്ടതെന്നറിയാത്ത സന്ദർഭത്തിൽ അകലെ ചെറിയൊരു പ്രകാശം ഇങ്ങനെ കാണുകയാണ്. പ്രതീക്ഷയോടുകൂടെ അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. അതാണ് ഇന്നി ആനസ്തുനാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ ഫലമ്മാ അതാഹ നൂദിയ യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. അങ്ങനെ ഫലമ്മ അതാഹ, കുടുംബത്തെ അവിടെ നിർത്തി അദ്ദേഹം, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി വരാം. എന്നിട്ട് ഇവിടെ അദ്ദേഹം ഫലമ്മ അതാഹ, അദ്ദേഹം അവിടെ എത്തിയപ്പോൾ, എവിടെ ഈ അഗ്നിയുടെ അടുത്ത്, തീയുടെ അടുത്ത് എത്തിയപ്പോൾ നൂദിയ, വിളിക്കപ്പെട്ടു. നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നാ, നൂദിയ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെട്ടു, അദ്ദേഹത്തെ വിളിച്ചു, അതാണ് വിളിക്കപ്പെട്ടു. അദ്ദേഹം വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആരോ വിളിച്ചു. നൂദിയ, കർത്താവില്ല, നൂദിയ, വിളിക്കപ്പെട്ടു. എന്താ വിളിച്ചത്? യാ മൂസ, ഹേ മൂസ, വിളിക്കപ്പെടുക. യാ മൂസ ഇന്നി അന റബ്ബുക് ഫഖ്ലഅന അലൈക, ഞാൻ നിന്റെ റബ്ബാണ്, നിന്റെ രക്ഷിതാവാണ്, നിന്റെ വിധാതാവാണ് ഞാൻ. ഫഖ്ലഅന അലൈക, അതുകൊണ്ട് ഖലഅ എന്ന് പറഞ്ഞാൽ ഊരുക, അഴിക്കുക എന്നൊക്കെ പറയാം. ഫഖ്ലഅ, നീ അഴിക്കുക, ഊരിക്കളയുക. നഅലൈക, നഅൽ ചെരുപ്പാണ്, നഅലൈക, നിന്റെ ഈ രണ്ട് ചെരുപ്പുകൾ അവിടെ ഊരി വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, തീർച്ചയായും നീ, താങ്കൾ, ബിൽ വാദ്, വാദി എന്ന് പറഞ്ഞാൽ താഴ്വരയാണ്, വാദി എന്ന് പറഞ്ഞാൽ ഒരു വാലിയാണ്. ബിൽ വാദ്, ഒരു വാലിയിലാണ്, ഒരു താഴ്വരയിലാണ്. അൽ മുഖദ്ദസ്, പരിപാവനമായ, പരിശുദ്ധമാക്കപ്പെട്ട ഒരു വാദിയിൽ. തുവ എന്നുള്ളത് ഈ താഴ്വരയുടെ പേരാണ് എന്നാണ് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും പറയുന്നത്. വിശുദ്ധമാക്കപ്പെട്ട തുവ താഴ്വരയിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്, താങ്കൾ ചെരുപ്പഴിക്കുക, ഞാൻ താങ്കളുടെ റബ്ബാണ്. ഇതാണ് കേൾക്കുന്നത്. കൂരിരുട്ടുള്ള രാത്രിയിൽ, തണുപ്പുള്ള രാത്രിയിൽ, വിജനമായൊരു സ്ഥലത്ത് ഒരല്പം പ്രതീക്ഷയോടുകൂടി തീ എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. ഒരല്പം പ്രകാശം കൊളുത്തിയെടുക്കാൻ കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെന്നതാ. അവിടെ കണ്ട പ്രകാശം മറ്റൊന്നായിരുന്നു. പ്രപഞ്ചനാഥൻ പറയുകയാണ്, അള്ളാഹു മൂസാ നബിയോട് പറയുകയാണ്, ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക. ഇതാണ് മൂസാ നബിയെ സംബന്ധിച്ച് കലീമുല്ലാ, അള്ളാഹു സംസാരിച്ച ആൾ, നേർക്കുനേരെ സംസാരിക്കുകയാണ്. ഇന്നി അന റബ്ബു യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക. അതുകൊണ്ട് ഈ സൂറത്തിന് കലീം എന്നുള്ളൊരു പേര് കൂടിയുണ്ട്. വെച്ചാൽ കലീമുല്ല, മൂസാ നബിയുടെ മറ്റൊരു പേരാണ് കലീമുല്ല, അള്ളാഹു സംസാരിച്ച വ്യക്തി എന്ന്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുക, യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക, ഞാൻ നിന്റെ റബ്ബാണ്, നിന്റെ ചെരുപ്പുകൾ ഊരി വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നീ തുവ, വിശുദ്ധമാക്കപ്പെട്ട തുവ താഴ്വരയിലാണ്. ബിൽ വാദ്, വാദ് എന്ന് പറഞ്ഞാൽ താഴ്വര എന്നർത്ഥം. അൽ വാദ്, ബിൽ വാദി എന്ന് പറഞ്ഞാൽ താഴ്വരയിലാണ്. അൽ മുഖദ്ദസ്, പരിശുദ്ധമായ. ബിൽ വാദിൽ മുഖദ്ദസ്, പരിശുദ്ധമായ താഴ്വരയിലാണ്. തുവ എന്ന് പറയുന്ന അതിൻ്റെ താഴ്വരയുടെ പേരാണെന്നും അതല്ല എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, നമുക്കത് മനസ്സിലാക്കാം. തുവ താഴ്വരയിൽ, വിശുദ്ധമാക്കപ്പെട്ട തുവ താഴ്വരയിലാണ് താങ്കൾ ഉള്ളത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം തീ കണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ കേട്ട വാക്കുകളാണിത്. ഇത് വേറെ സൂറത്തുൽ ഖസസിൽ കുറച്ചുകൂടി പറയുന്നുണ്ട്.
അവിടെ ഖബസ് എന്നുള്ള ഖബസ് എന്ന തീപ്പൊരി അല്ലെങ്കിൽ തീക്കൊള്ളി എന്നൊക്കെ പറയാം. ഇവിടെ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ജസ്വത്ത് എന്നാണ്. ജസ്വത്ത് രണ്ടും സമാനമാണ്. ഒരു തീപ്പൊരി അവിടെ നിന്ന് കിട്ടുമോ നോക്കട്ടെ, തീക്കൊള്ളി കിട്ടുമോ. രണ്ട് കാര്യങ്ങൾ ഇവർക്കുണ്ട്. ഒന്ന്, ഇവർക്ക് തീ കായാനുള്ളൊരു സൗകര്യം കിട്ടുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു വഴി കാണിക്കാനുള്ള, ഒരു വെളിച്ചമാക്കിയിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതൊന്നുമില്ലെങ്കിൽ അവിടെ ആരോ ഒന്ന് പറഞ്ഞുതരാൻ, അതാണ് ഹുദ എന്ന് പറഞ്ഞാൽ റോഡിലേക്കുള്ള വഴി എങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞുതരാൻ ഒരാളുണ്ടല്ലോ, അത് നോക്കണം. അങ്ങനെ വഴി തെറ്റിയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹു വഴി കാണിക്കുകയാണ്. ലോകത്തിന് മുഴുവനുള്ള വഴിയാണ് കാണിക്കുന്നത്. മൂസാ നബിക്ക് പുറത്തേക്ക് കിടക്കാനുള്ള റോഡിലെ വഴിയല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഇരുളടഞ്ഞ വഴിയിൽ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ വഴി, ശരിയായ ജീവിതത്തിൻ്റെ വഴി കാണിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുക, നുബുവത്ത് കൊടുക്കുകയാണ് മൂസാ നബിക്ക് ഇവിടെ. അപ്പോൾ ഈ ആയത്ത് ശ്രദ്ധിക്കുക. ഇദ്ദേഹം ഇത് റഅ നാറൻ ഫഖാല ലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതികും മിൻഹാ ബിഖബസ് ഔ അജിദു അലന്നാരി ഹുദ. അദ്ദേഹം തീയിൻ്റെ അടുത്തേക്ക് പോയത് അവിടുന്ന് തീ കൊളുത്തി പോരാനാണ്, എന്നിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ ഇവിടെ ചൂട് പിടിക്കുന്നത് അദ്ദേഹം ഈ തീ കാഞ്ഞുകൊണ്ടുള്ള സ്വന്തം ശരീരത്തിന് മനസ്സ് തന്നെ ചൂടാ പിടിക്കുകയാണ്. അദ്ദേഹം വഴി കാണാൻ ഒരാളുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ പോയത്. റോഡിലേക്കുള്ള വഴിയല്ല അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയുള്ള വഴിയാണ്. ഇങ്ങനെ കൊടുത്ത ഈ പ്രവാചകൻ്റെ കഥ നിനക്കെത്തിയോ എന്നാണ് ചോദിക്കുന്നത്. ബാക്കി അങ്ങോട്ട് ഇനിയും അതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് അള്ളാഹു പറഞ്ഞു കൊടുത്തത്, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ എതിർപ്പുകളാണ് മൂസാ നബി നേരിട്ടെന്ന് നീ പഠിച്ചോന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും ബാധകമാണ്. നമ്മൾ കഥകൾക്ക് മാത്രമല്ല, എത്ര പ്രയാസത്തിൻ്റെ സന്ദർഭത്തിലും എത്ര പ്രതികൂലമായ സന്ദർഭങ്ങളിലും സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുവാനുള്ള കരുത്ത് മൂസാ നബിയുടെ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. വഹൽ അതാക ഹദീസു മൂസ ഇദ് റഅ നാറൻ ഫഖാല ലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ ഫലമ്മാ അതാഹ നൂദിയ യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅ നഅലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. 12 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ പിന്നെ ഇന്നെടുത്ത ആദ്യ ഭാഗത്ത് 8 വരെയുള്ള ആയത്തുകളിൽ വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ഈ ഖുർആൻ താങ്കളെ പ്രയാസപ്പെടുത്താനല്ല, ഖുർആൻ്റെ പേരിൽ താങ്കൾ പ്രയാസം അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഇറക്കിയത്, മറിച്ച് ഇത് ആളുകൾക്കുള്ള ഒരു ഉത്ബോധനമാണ്. ഇത് കൊടുക്കൽ അള്ളാഹുവിൻ്റെ ഒരു ന്യായമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു മനുഷ്യരായ നമ്മയും പരിപാലിക്കുന്നുണ്ട്. നമുക്ക് വെറും ഭൗതികമായ വെള്ളവും വെളിച്ചവും തരൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ പണി. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, ജീവിതത്തിൻ്റെ വഴി കാണിച്ചൽ കൂടെ തരൽ കൂടി അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതാണ് ഖുർആനിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാസപ്പെടേണ്ട. താങ്കളെ പ്രയാസപ്പെടുന്ന കാര്യമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. യഅലമു സിർറ വ അഖ്ഫ, ആളുകൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ആവശ്യമുള്ള സമയത്ത് അവൻ ഇടപെടും. ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കുന്നത് അതിനൊരു നന്മ ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷ കൊടുത്തുകൊണ്ട് പറയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, മൂസാ നബിയുടെ ചരിത്രം അറിയോ എന്ന് ചോദിച്ചിട്ട് പറയാണ്, മൂസാ നബി ഇതാ ഇങ്ങനെ വരുന്ന സമയത്ത് മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് നുബുവത്ത് കൊടുത്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കുന്നത്. ബാക്കി എന്തെല്ലാം അദ്ദേഹത്തോട് അള്ളാഹു സംസാരിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. കാരുണ്യവാന റബ്ബ് വിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള ഒരുക്കത്തിലാണ് ലോകത്തുള്ള വിശ്വാസികൾ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും കുറേ ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര ചോദിച്ചിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്, പലരും പോകാൻ ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ സംഘാടകരിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 ആളുകൾ, സഹോദരൻ ഖമറുദ്ദീൻ മാസ്റ്റർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അതുപോലെ അബൂബക്കർ മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, ഇവർ 4 പേര് ഹജ്ജിന് പോകുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബ് അവരുടെ യാത്ര, ഹജ്ജ് യാത്ര ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല ആരോഗ്യത്തോടുകൂടെ, നല്ല ഈമാനോടുകൂടെ പരിശുദ്ധ ഹജ്ജിലെ കർമ്മങ്ങളൊക്കെ ഭംഗിയായി ചെയ്ത് തിരിച്ചു വരാൻ റബ്ബ് തുണക്കുമാറാവട്ടെ. അതുപോലെ ഹജ്ജിന് വേണ്ടിയിട്ട് പല നമ്മുടെയൊക്കെ ബന്ധത്തിലും അതുപോലെ തന്നെ നമ്മളൊക്കെ പറയാതെ പോയ ഒക്കെ ആളുകളുണ്ടാവും. റഹ്മാൻ റബ്ബ് അവരുടെയൊക്കെ ഹജ്ജ് ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടെ, നല്ല ഈമാനോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ മബ്രൂറായ മഖ്ബൂലായ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പടച്ച റബ്ബ് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ധാരാളം കുറ്റങ്ങളും
കുറവുകളുമൊക്കെ സംഭവിച്ചു പോയ ആളുകളാണ് നമ്മൾ. റഹ്മാൻ റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന പലരും ഉണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായും ശിഫയാക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ നാഥ. ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയ ആരോഗ്യം വലിയൊരു നിഅമത്താണ്. അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കൾ പലരും നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. ഈ ദുനിയാവിൽ അവരുടെ ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ നല്ല പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ നാഥ. അവരുടെ എല്ലാ ദോഷങ്ങളും അവരുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ നഈമിൽ സമ്മേളിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, കാരുണ്യവാനെ റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന മാതൃകാ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ വഴിയിൽ ഞങ്ങളുടെ പാദങ്ങളെയും മനസ്സുകളെയും നീ ഉറപ്പിച്ച് നിർത്തണമേ നാഥ. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ഹറാമുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ, അവർ ജനിച്ച് വളർന്ന മണ്ണിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരുടെ പാദങ്ങൾ നീ ഉറപ്പിച്ച് നിർത്തണമേ നാഥ. റഹ്മാൻ റബ്ബേ, അവരുടെ കൂട്ടത്തിൽ നിന്നും പിടിക്കപ്പെട്ടിരിക്കുന്ന, അവർ തടവിലാക്കപ്പെട്ടിരിക്കുന്ന കുറേ ആയിരക്കണക്കിനായ ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. ആശ്വാസം നൽകണമേ റബ്ബേ. കടുത്ത പരിക്കുകൾ പറ്റി മുറിവേറ്റ വലിയ പ്രയാസം അനുഭവിക്കുന്ന, ചികിത്സ പോലും നിഷേധിക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിലുണ്ട്. റഹ്മാൻ റബ്ബേ, ഗസയുടെ മണ്ണിൽ പരിക്കേറ്റ് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകണമേ നാഥ. അവരിൽ നിന്ന് രക്തസാക്ഷികളായ ആളുകൾക്ക് സ്വർഗത്തിലെ ഉന്നതമായ പദവി നൽകി നീ അവരെ സ്വീകരിക്കണമേ നാഥ. അല്ലാഹു, അനാഥരാക്കപ്പെട്ട മക്കളുണ്ട്, വിശന്ന് പ്രയാസപ്പെടുന്ന മക്കളുണ്ട്. റഹ്മാൻ റബ്ബേ, നീ അവരുടെ കൂടെ ഉണ്ടാവണമേ നാഥ. അല്ലാഹു, അവരെ വിഭാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അവശേഷിക്കുന്ന മുസ്ലിങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ സകലമാന കുതന്ത്രങ്ങൾ നീ പാഴാക്കി കളയണമേ നാഥ. അല്ലാഹുവേ, ഈ സത്യത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ നാഥ. വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവർക്ക് നീ സഹനവും ക്ഷമയും ചൊരിയണമേ നാഥ. റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.